ഇന്ന് നമ്മുടെ 2025 ലാസ്റ്റ് ഡേ ആണല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അങ്ങനെ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അരി ഞാൻ കുക്കറിലാട്ടെ വേവിക്കാറ്. അരിയും മസാലകൾ, പിന്നെ അതുപോലെ നെയ്യ്, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ ചേർത്തിട്ട് കേട്ടോ വേവിച്ചെടുക്കാറ്. അരി നമ്മൾ വേവ് കൂടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ സവാള, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിയോടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി പാകമായിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചുള്ള ചിക്കനും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചാർക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ബിരിയാണി വയ്ക്കുക എങ്ങനെയാട്ടോ, എനിക്കെന്തോ ഇങ്ങനെ വയ്ക്കാനാണ് എളുപ്പമായിട്ട് തോന്നാറ്. അതുമാത്രമല്ല മക്കൾക്കൊക്കെ ഇതുപോലെ വയ്ക്കേണ്ടതായിട്ട് ഇഷ്ടം. അവർ പുറത്തൊക്കെ പോയി ബിരിയാണി കഴിച്ചാലും എന്തോ അവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആട്ടോ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു മണം കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഉണക്കുമ്പോൾ 2 പേരും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ബിരിയാണി റെഡി.